പാറത്തോട് ഗ്രാമപഞ്ചായത്തില് 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. പ്രസിഡന്റ് സോഫി ജോസഫ് അവതരിപ്പിച്ചു. 35,69,49,307 രൂപ വരവും 34,91,90,440 രൂപ ചെലവും 87,50,867 രൂപ മിച്ചം വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. 35,49,307 രൂപ വരവും 34,81,98,440 രൂപ ചെലവും 87,50,867 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കായി കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ക്ലീൻ പാറത്തോട് എന്ന ആശയം നടപ്പിലാക്കുന്നതിനായി വിവിധങ്ങളായ പദ്ധതികൾക്കാണ് ബജറ്റിൽ മുഖ്യ പ്രാധാന്യം നൽകുന്നത്. ആരോഗ്യ മേഖലയിൽ നമ്മൾ ഇന്ന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണല്ലോ. കോവിഡിന് ശേഷം വിവിധങ്ങളായ രോഗത്താൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണല്ലോ. ക്യാൻസർ രോഗികളും നമ്മുടെ ഇടയിൽ ധാരാളമായി കണ്ടുവരുന്നു. ചികിത്സാ ചെലവിൽ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാടും നഗരവും നീങ്ങുന്നത്. മികച്ച ചികിത്സാ സൗകര്യം നൽകുന്നതിനായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും ആയുർവേദ ഹോമിയോ ആശുപത്രി ഉൾപ്പെടെ തുക നൽകുന്നതിന് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നികുതി പിരിവ് 100% ആക്കുന്നതിന് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി വരുന്നു. നമ്മുടെ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണല്ലോ. എന്നാൽ ഈ മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ ഇന്ന് നശിക്കപ്പെടുകയാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിനായി സൗരവേലി നിർമ്മിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കൃഷിക്കാർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഇല്ലാത്തത് മൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. റബ്ബർ കർഷകരുടെ കൂട്ടായ്മയിലൂടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഇനങ്ങൾ കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്നതിനായി ബജറ്റിൽ തുക പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 2024-25 വർഷത്തിൽ ജലജീവൻ പദ്ധതി വഴി പാലപ്പുറ ഉൾപ്പെടെയുള്ള കുടിവെള്ളം എത്തിക്കുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണല്ലോ. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതികൾക്ക് 5,80,04,000 രൂപ ആണ് ബഡ്ജറ്റിൽ മുഖ്യ പരിഗണന നൽകിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 95,42,240 രൂപ, പാലിയേറ്റീവ് പരിചരണത്തിനായി 20 ലക്ഷം രൂപയും നിർധരരായ രോഗികൾക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് 2 ലക്ഷം രൂപയും, ശുചിത്വ മാലിന്യ പരിപാലനത്തിന് 48 ലക്ഷം രൂപയും, ശാരീരിക മാനസിക വെല്ലുവിളികളെ നേരിടുന്ന ആളുകൾക്ക് 24,75,000 രൂപയും, പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്ക് 45 ലക്ഷം രൂപയും, ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് 2,63 ലക്ഷം രൂപയും, അംഗൻവാടി പോഷകാഹാരത്തിനായി 75 ലക്ഷം രൂപയും, വനിതാ ക്ഷേമത്തിനായി 35 ലക്ഷം രൂപയും, കലാകായിക സംസ്കാര യുവജനക്ഷേമ പദ്ധതികൾക്കായി 10 ലക്ഷം രൂപയും, ദാരിദ്ര്യ നിർമ്മാണ പദ്ധതികൾക്കായി 5,12 ലക്ഷം രൂപയും, കാർഷിക മേഖലയ്ക്കായി 1,38 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TJ മോഹനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തോമസ് കട്ടക്കൻ, മുൻ പ്രസിഡന്റുമാരായ ജോണിക്കുട്ടി മടത്തിനകം, ഡയസ് കോക്കാട്ട്, വിജയമ്മ വിജയലാൽ, ആസൂത്രണ സമിതി അംഗം PK ബാലൻ, CK ഹംസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിയാദ് K, T രാജൻ, ജിജി ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു.